തെന്നല സർവീസ് സഹകരണ ബാങ്കിലെ കാലാവധി തീർന്ന നിക്ഷേപങ്ങളും അവയുടെ പലിശയും നൽകണമെന്നാവശ്യപ്പെട്ട തിങ്കളാഴ്ച ബാങ്ക് ഹെഡ് ഓഫീസ് പിക്കറ്റ് ചെയ്യുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാധാരണക്കാരായ 1000-ഓളം വരുന്ന നിക്ഷേപകർ തങ്ങളുടെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് അരക്ഷിതാവസ്ഥയിലാണ്. പ്രായമായവരും രോഗികളുമായവർക്ക് ചികിത്സയ്ക്ക് പണം കിട്ടാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. മക്കളുടെ വിവാഹം മുടങ്ങിയവരും വീട് നിർമ്മാണം നിർത്തിവെച്ചവരും മക്കൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുമുണ്ട്. പണത്തിനു വേണ്ടി സമീപിക്കുമ്പോൾ ബാങ്ക് അധികൃതർ നിരവധി ഒഴിവുകഴിവുകൾ പറയുകയാണ്. കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ പുതിയ ഭരണസമിതി അധികാരത്തിലേറിയപ്പോൾ ബാങ്കിലേക്ക് ഫണ്ട് ലഭിക്കുമെന്നും പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നുമാണ് പറഞ്ഞത്. കാരണം ഒരു സാമ്പത്തിക പ്രവർത്തനം ബാങ്കിന് ലാഭം കിട്ടുന്ന ഒരു പണി അവിടെ നടക്കുന്നില്ല. ലോൺ കൊടുത്തെങ്കിലല്ലേ വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പൈസ ലോൺ കൊടുക്കാനില്ല. ജീവനക്കാരുടെ ശമ്പളവും വാടകയും മറ്റു ഇനത്തിൽ വലിയ തുക ബാങ്കിന് ഓരോ മാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരിസ്ഥിതിയിൽ ഞങ്ങൾ ഈ ബാങ്കിൻ്റെ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ്. അവരുടെ നേതാക്കന്മാരെ പോയി കണ്ട് സംസാരിച്ചിരുന്നു. അവരുടെ ഉന്നത നേതൃത്വത്തിനെ കണ്ട് സംസാരിച്ചു. 3 മാസമായി അവരോട് പല തവണകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പരിഹരിക്കാമെന്നൊക്കെ പറയുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ച് കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ പാവപ്പെട്ട മനുഷ്യരെ. എന്നാൽ പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാത്ത അവസ്ഥയാണ്. ബാങ്കിന്റെ ഭരണസമിതിയെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ്. ലീഗിന്റെ ഉന്നത നേതാക്കളെ നിരവധി തവണ നേരിട്ട് കണ്ടും നിവേദനങ്ങൾ നൽകിയും പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തിരൂരങ്ങാടി നിയോജക മണ്ഡലം MLAക്കും നിവേദനം നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രശ്നപരിഹാരത്തിന് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിക്ഷേപകർ ബാങ്കിന് മുന്നിൽ സമരം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ MP ഹരിദാസ്, T ശശികുമാർ, ഗോപാലകൃഷ്ണൻ, E വാസുദേവൻ, സുബൈർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.